ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കാഞ്ഞങ്ങാട് കോവിൽ പള്ളിയിലുള്ള ഒരു എക്സ്പോ കാണാൻ പോവാണ്. ലെൻസ്ഫിഡ് ബിൽഡ് എക്സ്പോ 2024. പേര് കേട്ട് ഞെട്ടണ്ട. ഈ എക്സ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ കൺസ്ട്രക്ഷന്റെ മൊത്തം എന്തൊക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ടാവും. ബാക്കി കാര്യം അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ എന്തായാലും ലേറ്റായി. എന്നാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാന്ന് പ്രകാശേട്ടൻ. എന്നാൽ പിന്നെ ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു കയറി. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു സിംഗർ ചീസ് ബർഗർ, 2 ചായ, ഒരു ഹോർലിക്സ്, അത്രേ പറഞ്ഞുള്ളൂ. അവൻ ഇവിടെ ഇരിക്കുമ്പോഴും ചിന്ത മൊത്തം അപ്പുറത്തെ കുട്ടികൾ പ്ലേ പാർക്കിൽ കളിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ സാധനം വന്നു ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒറിസിലെ ബർഗറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് വെറുതെ പറഞ്ഞതല്ല, കഴിച്ചു നോക്കിയിട്ട് തന്നെ അറിയണം. കാശി അങ്ങനെ അതിൽ കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ട് ഒപ്പിച്ചു. എന്നാൽ പിന്നെ കുറച്ച് നേരം ടൈം അവന് വിട്ടുകൊടുക്കാന്ന് കരുതി നമ്മൾ സൈഡായി. സത്യം പറഞ്ഞാൽ വീടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ അമ്മമാര് കുറച്ച് ഫ്രീ ആയി എന്ന് വേണം പറയാൻ, അല്ലേ? ശരിയല്ലേ? കുട്ടികൾ അവരെ പാട്ടിനങ്ങ് കളിച്ചോളൂ. അയ്യോ, അപ്പൊ ഇതുവരെ ഇനിയും ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. അങ്ങനെ ഇതാ നമ്മളിവിടെ ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ്. ഓക്കെ, നമുക്ക് എന്നാ ഒന്ന് കയറി നോക്കാം. ശരിക്കും ഇവിടെ പറയുകയാണെങ്കിൽ ഒരു വീട് കെട്ടാൻ പ്ലാൻ ഉള്ളവരാണ് മസ്റ്റായിട്ട് കാണേണ്ടത് തന്നെയായിരുന്നു. അല്ലാത്തവർക്കും കാണാം, ബട്ട് കുറേയൊക്കെ ബോറടി ആയിരുന്നു. എന്നാലും വീടിന്റെ സംഭവങ്ങൾ വന്നപ്പോൾ ഓരോ സ്റ്റോളിലും ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മൾ അവിടെ സ്റ്റക്കായി പോയി. ഓട്ടോമാറ്റിക് സ്റ്റക്കായി പോകും. അത്രയ്ക്ക് ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇന്റീരിയർ വർക്ക്, ഇന്റർലോക്കിൻ്റെത്, ടൈൽസ്, മാർബിൾസ്, കൺസ്ട്രക്ഷൻ റൂഫിന്റെ, മോഡുലർ കിച്ചൺ എന്ന് വേണ്ട ഒരു വീടിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു തന്നു കേട്ടോ. കുറേ പണി ഒന്നിച്ചു കഴിഞ്ഞ് കിട്ടിയ ഒരു ഫീലായിരുന്നു പ്രകാശ് ഏട്ടൻ്റെ മുഖത്തും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അയ്യോ, സമയം 8 മണി കഴിഞ്ഞിരുന്നു. ഇപ്പോഴേക്കും നമ്മളൊക്കെ ഫുൾ ടയർഡായി. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.